ഞാൻ സജി പള്ളിക്കുന്ന്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊച്ചി മട്ടാഞ്ചേരിയിലാണ്. വളരെ ചരിത്രപ്രസിദ്ധമായ യഹൂദ മാർക്കറ്റിലേക്ക് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് യഹൂദ മാർക്കറ്റ്. നമ്മളിതിലേക്കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നമ്മൾ കാര്യങ്ങൾ കാണുമ്പോൾ ഇത് വെറും നിസ്സാരമായിട്ടുള്ള ഒരു മാർക്കറ്റെന്ന് നമുക്ക് തോന്നിയേക്കാം, സാധാരണ മാർക്കറ്റും തോന്നിയേക്കാം. എന്നാൽ ഇത് സാധാരണ തെരുവല്ല. ഇത് ഒരു കാലത്ത് ലോകത്തെ മസാല വ്യാപാരത്തിൻ്റെ ഹൃദയമായിരുന്നു എന്ന് പറയാം. ഇതിന് തൊട്ടടുത്താണ് ഡച്ച് കൊട്ടാരം. ഈ ഡച്ച് കൊട്ടാരം കണ്ട് നമ്മൾ ഡച്ച് കൊട്ടാരത്തിൽ നിന്ന് വേണമെങ്കിൽ നടന്നു വരാം. അതാണ് കുറച്ചുകൂടി സൗകര്യം. അങ്ങനെ നടന്നു വരുമ്പോൾ നമ്മൾ ഈ യഹൂദ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെയാണ് വരുന്നത്. നമ്മൾ കാറുമായിട്ടൊന്നും വരരുത്, കാരണം അവിടെ പാർക്കിംഗ് സൗകര്യങ്ങളോ മറ്റൊന്നും ഇല്ല. 1568 ഇവിടെ പണിത യഹൂദന്മാരുടെ ഒരു സിനഗോഗുണ്ട്. പർദീസി സിനഗോഗ് എന്നാണ് അതറിയപ്പെടുന്നത്. അവിടേക്കാണ് ഈ റോഡ് അവസാനിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിലാണ് ഈ ടൗൺ ഇങ്ങനെ രൂപീകരിക്കപ്പെട്ടത്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ യഹൂദന്മാർ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. അവർ അന്ന് കൂടുതൽ ആളുകൾ പാർത്തിരുന്നത് കൊടുങ്ങല്ലൂരായിരുന്നു. കൊടുങ്ങല്ലൂരിൽ നിന്നാണ് യഹൂദന്മാർ കൊച്ചിയിലേക്ക് കുടിയേറിയത്. വളരെ തിരക്കാണ് കേട്ടോ ഇപ്പോഴവിടെ. ഏതൊരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ പോലെ പലവിധമായിരിക്കുന്ന വസ്ത്രങ്ങളും അലങ്കാര ഉപകരണങ്ങളുമൊക്കെ വിൽക്കുന്ന വലിയൊരു മാർക്കറ്റ്. ഏകദേശം 1 കിലോമീറ്റർ നീളമുണ്ട്. നമ്മളിപ്പോൾ സിനഗോഗിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സിനഗോഗ്. നമ്മളിനി സിനഗോഗിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഇപ്പോൾ ഈ സ്ഥലമൊക്കെ കണ്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ, നമുക്കവിടെ വണ്ടി പാർക്ക് ചെയ്യാനോ മറ്റു സൗകര്യങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് ഡച്ച് കൊട്ടാരത്തിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് വരുന്നതായിരിക്കും സൗകര്യം. 40 രൂപയാണ് അവിടുത്തെ പാർക്കിംഗ് ഫീസ്. ഇപ്പോൾ ഡച്ച് കൊട്ടാരവും കാണാം. വളരെ മനോഹരമായിരിക്കുന്ന ഒരു കൊട്ടാരമാണ് ഡച്ച് കൊട്ടാരം. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഞാൻ അവിടെ നിന്നുകൊണ്ട് ചരിത്രത്തിൻ്റെ പുറകിലേക്ക് പോകുന്നത് പോലെ ഞാൻ നടന്നു വന്ന വഴികളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുകയാണ്. ഞാനിവിടെ ഉള്ളിൽ കയറി. ഒരാൾക്ക് ടിക്കറ്റ് ഫീസ് എന്ന് പറയുന്നത് 50 രൂപയാണ്. നമ്മളിവിടെ കയറുമ്പോൾ യഹൂദന്മാരുടെ കേരളത്തിലെ നാൾവഴികളെക്കുറിച്ചുള്ള ചിത്രങ്ങളും വിവരണങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. കൊടുങ്ങല്ലൂരിൽ നിന്ന് യഹൂദന്മാർ മട്ടാഞ്ചേരിയിലേക്ക് കുടിയേറിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനവർക്ക് ഇവിടെ താമസ സൗകര്യം ഒരുക്കിയത് കൊച്ചി രാജാവാണ്. ഈ സിനഗോഗിൻ്റെ ചുറ്റും മാർക്കറ്റുകളും വീടുകളും രൂപപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനഗോഗ് ഉണ്ടായത് 1568 അങ്ങനെ ഈ സിനഗോഗും ഇതിൻ്റെ പരിസരങ്ങളും മതകേന്ദ്രം മാത്രമല്ല, ഒരു വ്യാപാര കേന്ദ്രം കൂടിയായി. ഞാൻ അതിനുള്ളിലെ കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കുകയാണ്. വളരെ ചിന്തനീയമായ കാഴ്ചകളാണ് നമ്മളവിടെ കാണുന്നത്. ഓരോന്നും വിവരിക്കുവാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. നമ്മൾ കണ്ട ആ മാർക്കറ്റിൽ
ഒരു കാലഘട്ടത്തിലെ കുരുമുളക്, ഏലം, കറുവപ്പട്ട, ഇഞ്ചി, മഞ്ഞൾ. ഇവിടുത്തെ വ്യാപാരികളെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ വ്യാപാരികളായിരുന്നു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരുമായിരുന്നു അവിടുത്തെ വ്യാപാരികൾ. നമ്മൾ യഹൂദന്മാരുടെ നാൾവഴികളെക്കുറിച്ചുള്ള ആ ചിത്രങ്ങളെല്ലാം കണ്ട് വെളിയിലേക്ക് ഇറങ്ങി. ഇനി നമ്മൾ ചരിത്രപ്രസിദ്ധമായ ആ സിനഗോഗിലേക്ക് പ്രവേശിക്കാനായി പോവുകയാണ്. വളരെ മനോഹരമായ സിനഗോഗാണ്. യഹൂദന്മാർ ഇവിടെ പാർത്തിരുന്ന സമയം ഈ സിനഗോഗിൽ പ്രാർത്ഥനകൾ നിരന്തരമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ന് പ്രാർത്ഥനകളില്ല. വിശേഷ ദിവസങ്ങളിൽ മാത്രമേ പ്രാർത്ഥനകളും മറ്റുമുള്ളൂ. ഇവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെല്ലാം 1948, 1950 ഈ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ രാജ്യം രൂപീകൃതമായതോടുകൂടെ ഇവിടെ പരദേശികളായി വന്ന് പാർത്ത യഹൂദന്മാരെല്ലാവരും തന്നെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി, ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോയി. ചെറുപ്പക്കാരെല്ലാവരും തന്നെ പോയി. പിന്നെ ശേഷിക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ വളരെ പ്രായമായവർ മാത്രമേ ഇവിടെ ശേഷിക്കുന്നുള്ളൂ. എത്ര മനോഹരമാണ്! ആ മനോഹരമായ സിനഗോഗിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥന വളരെ ഉയർന്ന ഒരു സ്ഥലം. ഇതിനകത്ത് വളരെ നിശബ്ദതയാണ്. ഇതിനകത്ത് സംസാരിക്കാൻ പറ്റുകയില്ല. അവിടെ ഇരിക്കുന്നതായ ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പ്രത്യേക സൈസ് ടൈൽസാണ്. ഇത് 18-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് കൈകൊണ്ട് ഉണ്ടാക്കിയതായ ടൈൽസാണ്. ഇതിൻ്റെ ചിത്രങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷികളുടെ ചിത്രങ്ങളുണ്ട്, പൂക്കളുടെ ചിത്രങ്ങളുണ്ട്, അങ്ങനെ പല ചിത്രങ്ങളുമുണ്ട്. അങ്ങനെ അലങ്കരിക്കപ്പെട്ടതാണ് ഈ ടൈൽസ്. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് സിനഗോഗിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത് ബീമ എന്ന് പറയും. ഇവിടെ നിന്നാണ് തോറ വായിക്കുന്നത്. ഇതൊരു ഉയർന്ന വേദിയാണ്. നിലത്ത് നിന്നാണ് ഇത് ഉയർത്തി നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാവർക്കും കാണാനുള്ള സൗകര്യത്തിലാണ്. വൃത്താകൃതിയിലുള്ള ഒരു രൂപമാണ്. ഇതിന് ചുറ്റും ഇരിക്കാനും നിൽക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. ഒരു സ്വർണ്ണ അലങ്കാര രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു രാജകീയ ശൈലി. കൊച്ചിയിലെ യഹൂദ പൈതൃകത്തിൻ്റെ വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാം. ഇത് മധ്യഭാഗത്താണ് ഇവിടെ നിൽക്കുന്നത്. ഒന്നുകൂടെ ലളിതമായി പറഞ്ഞാൽ തോറ വായിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന സ്ഥലം. വളരെ മനോഹരമായിരിക്കുന്നു. ഈ വിളക്കിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയാം കേട്ടോ. ഇപ്പോൾ നമ്മൾ അതിപ്രധാനമായ ഒന്ന് കാണാനായിട്ട് പോവുകയാണ്. ഇത് കാണുന്ന തിരശ്ശീല കണ്ടോ? ഈ തിരശ്ശീലയുടെ പിന്നിലാണ് അവരുടെ വിശുദ്ധ ഗ്രന്ഥമായിരിക്കുന്നത് തോറ സൂക്ഷിക്കുന്നത്. മുകളിലൊരു കിരീടം പോലെ നമ്മൾ കണ്ടല്ലോ, അത് ദൈവത്തിൻ്റെ രാജാധികാരത്തെ കാണിക്കുകയാണ്. ആ നടുക്ക് കാണുന്നത് 10 കൽപ്പനകളാണ്. രണ്ടു വശവും കാണുന്നത് വിളക്കുകളാണ്. അങ്ങനെ വളരെ മനോഹരമായിട്ടാണ് ഈ തോറ സൂക്ഷിക്കുന്നത്. ഇവിടെ നിന്ന് ഈ തോറയുമായിട്ട് തോറ വായിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആൾ മുന്നോട്ട് വരുമ്പോൾ എല്ലാവരും വളരെ ഭവ്യതയോടെ എഴുന്നേറ്റ് നിൽക്കും. എന്നെപ്പോലെ തന്നെ ഒരാൾ അവിടെ ഇരുന്നുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. നേരത്തെ നിന്ന് ആ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം സൈഡ് മാറി ഇങ്ങനെ മൊബൈലിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണുന്ന വിളക്കുകൾക്ക് വലിയ ചരിത്രമുണ്ട്. ചില വിളക്കുകൾ ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ചിലത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇന്ത്യയിൽ നിന്നുള്ളതായിരിക്കുന്ന വിളക്കുകളുമുണ്ട്. അങ്ങനെ മനോഹരമായിരിക്കുന്ന വിളക്കുകളാണ്
ഇവിടെ കാണാൻ കഴിയുന്നത്. വിളക്കുകളുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട്. പല വിളക്കുകളും വളരെ സമ്മാനമായിട്ട് ലഭിച്ചിട്ടുള്ള ഒന്നാണ്. മേൽക്കൂരയൊക്കെ വളരെ മനോഹരമാണ്. ഇത് കേരളീയ രീതിയിലാണ് ആദ്യം പണിതത്. പിന്നീട് ഡച്ച് ഡിസൈനൊക്കെ പിന്നീട് ഉണ്ടായി. നോക്കിയേ, അവിടുത്തെയുള്ള താഴെ ഉള്ള ടൈൽസൊക്കെ വളരെ എത്ര മനോഹരമാണ്, എത്ര മനോഹരമായിരിക്കുന്നു. നമുക്ക് തോറ വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. അവിടെ ഒരു റിബൺ വലിച്ച് കെട്ടിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിളക്കിൻ്റെ മനോഹാരിത നോക്കി പല വിധത്തിലുള്ള വിളക്കുകളാണ് അവിടെയുള്ളത്. എത്ര സുന്ദരമായിരിക്കുന്നു. ഭീമയുടെ പിൻവശമൊക്കെ എത്ര സുന്ദരമായിരിക്കുന്നു. അവിടെ ഭീമയിൽ നിന്നുകൊണ്ട് അതിനായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ആൾ അദ്ദേഹം വായിക്കുമ്പോൾ ആളുകൾ വളരെ ഭവ്യതയോടുകൂടി എഴുന്നേറ്റ് നിന്ന് ആണ് ആ ദൈവവചനം കേൾക്കുന്നത്. വളരെ ജനങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്കായി വന്നിരുന്നു. 1940 കൊച്ചിയിൽ 2000-ൽ യഹൂദന്മാർ ജീവിച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ബാൽക്കണിയാണ്. ഈ ബാൽക്കണിയിൽ കയറാനായിട്ടൊരു ഇടനാഴിയുണ്ട്. നമ്മൾ ആ കയറി വരുന്ന ഭാഗത്ത് ഇടനാഴി കണ്ടിരുന്നു. ആ ബാൽക്കണി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കാനുള്ള സ്ഥലമാണ്. താഴെ പുരുഷന്മാരും മുകളിൽ സ്ത്രീകളും. ഇന്ന് വളരെ നിശബ്ദമാണ്. പക്ഷെ അന്നത്തെ സമയമൊന്നും നിശബ്ദമൊന്നുമല്ല കേട്ടോ. അന്ന് വളരെ ഭക്തി നിർഭരമായിരുന്ന ഒന്നാണ്. ഇപ്പോൾ നമ്മൾ അവിടെ വിട്ട് വെളിയിലേക്ക് ഇറങ്ങി. ഇനി ഒരു മ്യൂസിയമുണ്ട്. മ്യൂസിയത്തിനകത്ത് നമുക്ക് ക്യാമറ ഉപയോഗിക്കാനായിട്ട് പറ്റുകയില്ല, ഫോട്ടോകളൊന്നും എടുക്കാൻ പറ്റുകയില്ല. ഞാൻ ആ സിനഗോഗിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ വന്നു, ആ ഭാഗത്തുള്ള ചിത്രീകരിച്ചു. ഇടത് സൈഡിലാണ് മ്യൂസിയം ഉള്ളത്. അതിനുള്ളിലേക്ക് ക്യാമറയ്ക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് ക്യാമറ അത് ഓഫ് ചെയ്യുകയാണ്. വളരെ മനോഹരമായിരിക്കുന്ന ആ മ്യൂസിയത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കൽ ഇവിടെ വരണം, കാണണം. ഇതുവരെ സഹകരിക്കുകയും കാണുകയും ചെയ്ത എല്ലാവർക്കും പ്രത്യേകമായുള്ള നന്ദി.